ഹലോ ഗൈസ്, ഞാനിപ്പം തിരുവനന്തപുരം കന്യാകുമാരിയിലേക്ക് വസന്തോത്സവം കാണാൻ എത്തിയേക്കാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഇതാണ് കേട്ടോ. നല്ല റെഡ് കളറിലെ ഫ്ലവേഴ്സുള്ള പോയിൻസെറ്റ പ്ലാന്റ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ഫ്ലവർ ഷോയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഡയാന്തോസ് പ്ലാന്റിൻ്റെ പല വെറൈറ്റീസ് ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം പല ഷേപ്പിൽ ഓരോ പൂച്ചെടികൾ അടുക്കി വെച്ചേക്കുന്നത്. ഡയാന്തസിൻ്റെ ഒട്ടുമിക്ക എല്ലാ കളർ വെറൈറ്റീസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ഇതുവരെ കാണാത്ത പല കളേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല കുറേ പൂച്ചെടികൾ കാണാൻ പറ്റി. ഈ കണ്ടില്ല ഈ ചെടി, ഇത് പെറ്റൂണിയാണ്. ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സുകൾ ഉണ്ടായിരുന്നു. ഈ പല പല ഷേപ്പിൽ നല്ല ഭംഗിയുള്ള പൂച്ചെടികൾ, അതായത് ഫ്ലവേഴ്സോടെ നിൽക്കുന്നത് കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. അതായത് ഈ ഹാർട്ടിൻ്റെ ഷേപ്പിലും പാമ്പിൻ്റെ ഷേപ്പിലും. ഇതായി ഡയാന്തസ് നോക്കിയാൽ എന്ത് സൂപ്പറാണെന്ന്. നല്ല അടിപൊളി വൈബ്രൻറ്റ് കളേഴ്സ് അല്ലേ ഇതിന്. ഇതായി കാണുന്നത് കുറച്ച് ടൊറേനിയസ് ആണ് കേട്ടോ. ഇവിടെ ഫുള്ള് ഡയാന്തസിൻ്റെ അയ്യരുകളെയാണ്. എങ്ങോട്ട് നോക്കിയാലും ഡയാന്തസ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ബന്ദി അല്ലെങ്കിൽ മാരിഗോൾഡ് എന്ന ചെടിയാണ്. ഇത് കുറച്ച് ചൈനീസ് ബേർഡ്സത്തിൻ്റെ വെറൈറ്റീസ് ആണ്. കുഴപ്പമില്ല, എല്ലാ കളേഴ്സും ഉണ്ട്. പക്ഷേ അത് കൊണ്ടുവച്ചത് കുറച്ച് വെയിലത്തായി പോയെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ വാടി നിൽക്കുന്നത്. ഒരു ഫ്ലവർ ഷോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചധികം ഓർക്കിഡ്സ് പ്രതീക്ഷിച്ചു. പക്ഷേ ആകപ്പാടെ ഉണ്ടായിരുന്ന ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന ഓർക്കിഡ്സ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പാത്വയുടെ ഇരുവശങ്ങളിലുമായിട്ട് നല്ല ഭംഗിയുള്ള പല വർണ്ണങ്ങളിലുള്ള സെലോഷ്യ ചെടിയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാ ഒരു ക്രിസ്മസ് ട്രീ. ഇതാ ഈ മാരിഗോൾഡ് എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇനിയുള്ളത് കുറച്ച് ഡാലിയാസ് ആണ്. ഇത് മഴയത്തും വെയിലത്തും ഒരേപോലെ നിറയെ പൂക്കൾ തരുന്ന പെൻറ്റാസ് പ്ലാന്റ് ആണ്. ഇത് മാരിഗോൾഡിൻ്റെ യെല്ലോ കളർ. എന്നാ ഭംഗിയാന്ന് നോക്കിയേ സീനിയാസ് കാണാനായിട്ട്. നല്ല പിങ്ക് കളറുള്ള സീനിയാസ് കുറേ ആണിങ്ങനെ അടുക്കി വെച്ചേക്കാണ് കേട്ടോ. നല്ല സൂപ്പറാണിത് കാണാൻ. നേരിട്ട് കാണുമ്പോഴത്തേക്കും ഒരു കിടിലൻ ലുക്കാണിത്. വീണ്ടും മഞ്ഞ ബന്ദി.
ഇതിപ്പം ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. ഈ കണ്ട പൂക്കൾ തന്നെ വീണ്ടും വീണ്ടും കുറേ സ്ഥലങ്ങളിൽ ഇവർ അടുക്കി വെച്ചിട്ടുണ്ട്. അതിന് പക്ഷേ കുഴപ്പമില്ല, കാണാൻ നല്ല നല്ല രസമുള്ള പൂക്കളായതുകൊണ്ട് പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ എത്ര കണ്ടാലും മതി വരത്തില്ല. ഇത് മാരിഗോൾഡിന് തന്നെ വേറൊരു കളർ വെറൈറ്റിയാണ്. ഇതാ ഈ കാണുന്നതും മാരിഗോൾഡിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇനിയൊരു 2-3 കളേഴ്സ് സീനിയേഴ്സ് കണ്ടാലോ. കുറച്ച് നാളായിട്ട് എവിടെ പോയാലും ഈ ഡാലിയസും സീനിയേഴ്സുമാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ താമസിയാതെ ഒരു ഡാലിയും ഒരു സീനിയും വാങ്ങുന്നതായിരിക്കും. എന്ത് ഭംഗിയാ നോക്കിയ പൂക്കൾ കാണാനായിട്ട്. ആരേ വാ, എന്നാ ലുക്കാന്ന് നോക്കിയേ. മൃണാള് പണ്ട് പറഞ്ഞ പോലെ ഈ നമ്മുടെ ബാറൻചേട്ടൻ്റെ കടയിലെ ബീഫിൻ്റെ കളർ എന്നെ ഹടാതെ ആകർഷിച്ചു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഈ ഡാലിയുടെ കളർ എന്നെ ഹടാതെ ആകർഷിച്ചു. നല്ല തൂവെള്ള ക്രൈസാന്തിമം. നിങ്ങൾ ഒരു ക്രൈസാന്തിമം നടത്തുന്നുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കറക്റ്റ് ഇൻ്റർവെൽസിന് പെസ്റ്റിസൈഡ്സ് കൊടുക്കണം, അല്ലെങ്കിൽ പൂക്കൾ വിരിയത്തില്ല. ചെറിയ പ്രാണികൾ വന്നിട്ട് അതിൻ്റെ പൂക്കൾ ഫുള്ള് നശിപ്പിച്ചുകൊണ്ട് പോകും. ഇത് യെല്ലോ കളർ ക്രൈസാന്തിമമാണ്. വീണ്ടും കുറച്ച് സീനിയേഴ്സാണ്. ഇത് ഡെക്കറേറ്റീവ് ഗാർഡൻ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ കട്ട് ഫ്ലവേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ജർബറ ചെടിയുടെ പല കളർ വെറൈറ്റീസ് ആണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് കുറച്ച് ക്രൈസാന്തിമത്തിൻ്റെ വെറൈറ്റീസ് ആണ്. അതിനകത്ത് തന്നെ പിങ്ക് കളറ്, യെല്ലോ, വൈറ്റ്, ഒട്ടുമിക്ക കളേഴ്സും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ കൂട്ടത്തിൽ ബട്ടൺ ക്രൈസാന്തിമത്തിൻ്റെ കുറച്ച് വെറൈറ്റീസും ഉണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റ് ഷോയും ഫ്ലവർ ഷോയും കൂടെ ഒരുമിച്ച് സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് ഏകദേശം ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഓണാക്കി. അപ്പം അതും കാണാൻ കൊള്ളാം, അത്യാവശ്യം നല്ല രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അപ്പം ആ ലൈറ്റ് ഷോയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ അതൊന്ന് കയറി കാണുക. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫുള്ള് ഡയാന്തസ് ആണെന്ന്. താണ്ടെ വീണ്ടും ഡയാന്തസ്.
ഇത് ചെമ്പരത്തിയാണ്. ദേ ഈ പൂക്കളുടെ ഭംഗി നോക്കിക്കേ. ഇതാണ് ക്രൈസാന്തിമം ഗ്രാൻഡിഫ്ലോറം. ഈ കാണുന്നത് നല്ല ചുമന്ന കളറിലെ റോസാപ്പൂ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന 2 കൊക്കിൻ്റെ രൂപമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതും അതുപോലെ തന്നെ നല്ല ചുമന്ന റോസാപ്പൂക്കൾ കൊണ്ട് കരടിയുടെ രൂപം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. ഇത് ക്രീം കളറിലെ പോയിൻസെറ്റയാണ്. ഇത് പിങ്ക് പോയിൻസെറ്റിയ. ഞാൻ പറഞ്ഞല്ലേ ഇവിടെ എവിടെ നോക്കിയാലും ഡയാന്തസ് ആണെന്ന്. വീണ്ടും ഒരു വലിയ മരത്തിൻ്റെ ചുറ്റും ഫുള്ള് ഡയാന്തസ് വെച്ചേക്കുവാണ് കേട്ടോ. പക്ഷേ ഈ ഡയാന്തസിൻ്റെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് എത്ര കണ്ടാലും മടുക്കത്തില്ല. ഇനി അങ്ങോട്ട് ക്രൈസാന്തിമംസ് പല ഷേപ്പിൽ അടുക്കി വെച്ചേക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ തന്നെ ക്രൈസാന്തിമം അല്ലെങ്കിൽ ജമന്തിയുടെ പല കളർ വെറൈറ്റീസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഈ ഒരു പിങ്ക് ക്രൈസാന്തിമം ഒരു രക്ഷയില്ല കേട്ടോ. അന്യ ലുക്ക് സാധനത്തിന്. എന്ത് ഭംഗിയാന്ന് നോക്കിയത് കാണാനായിട്ട്. ഇനി കുറച്ച് മാരിഗോൾഡ്സ് കാണാം. ഇത് റോസ് ആണ്. അതിൻ്റെ തന്നെ ഒരു ലൈറ്റ് പിങ്ക് വെറൈറ്റി. ഇത് മഡോണ ലില്ലി എന്നൊരു പ്ലാന്റിൻ്റെ ഫ്ലവറാണ്. ഇവിടെ ഇപ്പം ഇതിൻ്റെ എല്ലാ കളർ വെറൈറ്റീസും ഉണ്ട്. വൈറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, അതുപോലത്തെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഇതിന് ഒരു പ്രത്യേകതരം സ്മെല്ലും ഉണ്ട് ഈ ഒരു മഡോണ ലില്ലിയുടെ ഫ്ലവറിന്. പിന്നെ ഇത് ഗ്ലാഡിയോലസ്. ഈ മഡോണ ലില്ലിയുടെ ഫ്ലവേഴ്സിന് അത്യാവശ്യം നല്ല സൈസും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു പ്രത്യേകതരം മണവും ഇതിൻ്റെ ഫ്ലവേഴ്സിനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ സൈസ് അധികം മനസ്സിലാവണമെന്നില്ല. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഇതിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്.
അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഡാലിയ പൂക്കൾ കാണാം. ഓക്കെ, പല കടലിലെ സീരിയാസ് ഒരുമിച്ച് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഇതിപ്പം എല്ലാ കളേഴ്സും ഉണ്ട് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വിങ്ക റോസ, സെലോഷ്യ, പിന്നെ സീനിയ എന്നീ ചെടികളൊക്കെ കൊണ്ട് കുറേ ഷേപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് നമുക്ക് കാണാം. ഇതാ വീണ്ടും ഡയാന്തസ്. പക്ഷേ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല ഭംഗിയാണ്, അതുകൊണ്ട് എത്ര കണ്ടാലും ഇത് മതി വരത്തില്ല. നോക്കി എന്നെ ബ്യൂട്ടിഫുൾ ആണെന്ന് ഇതിൻ്റെ പൂക്കളൊക്കെ. എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഇതിനകത്ത്, ഒട്ടുമിക്ക കളർ വെറൈറ്റീസും ഉണ്ട്. എല്ലാം ഒന്നിനൊന്ന് ഡിഫറെൻറ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം ഇറ്റ്സ് മീ ദീക്ഷിത് സൈനിങ് ഓഫ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.